പോകുന്തോറും രാഘവന്റെ മദ്യപാനവും സംശയരോഗവും കൂടിക്കൂടി വന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന ഭാര്യയുടെയും മകന്റെയും ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. കത്തിച്ചു. ആളുകൾ ഇവിടെ വന്നറിയിച്ച് ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴേക്കും ലളിത പൂർണ്ണമായും കത്തി തീർന്നിരുന്നു. ദേഹമാസകലം പൊള്ളലിറ്റ ബാലുവും അല്ല വിക്രം. പിന്നെ ആരുമില്ലാത്തവന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഞങ്ങളാ നോക്കിയത്. അമ്മ മുന്നിൽ കത്തി ഉരുകി ചാകുന്നത് കണ്ട അവന്റെ മനസ്സിലേറ്റ മുറിവ് അവന്റെ മാനസിക നില തന്നെ തെറ്റിച്ചു. കുറച്ചുനാൾ അധികം പിടിച്ചു അവനാ അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ. പൂർണ്ണമായും പഴയ നിലയിലേക്ക് വന്നില്ലെങ്കിലും അവൻ പഠിച്ചു മിടുക്കനായി. കല്യാണമൊന്നും അവനിവിടെ പറഞ്ഞില്ല. അതിനർത്ഥം അവൻ ഇപ്പോഴും നോർമൽ ആയിട്ടില്ലെന്നാ. മോളിപ്പോ അവന്റെ വേര് തേടി ഇവിടെ വരണമെങ്കിൽ അതിന്റെ അർത്ഥവും അതുതന്നെ ആവുമെന്നാണ് കർത്താവിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത്. മദർ, വർഷ വിചാരിച്ച അവനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും. സ്നേഹമാണ് അവന്റെ മരുന്ന്. കുട്ടി എന്താ പറ്റിയേ? കുട്ടി എന്താ പറ്റിയേ? തൽക്കാലം കുറച്ചു നാളത്തേക്ക് 2 വീലർ ഒന്നും ഓടിക്കണ്ട. വർഷ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ് മാഡം. ഓ, ഹസ്ബൻഡോ? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ബി ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD. വിക്രം സാറിന്റെ ഭാര്യയാണോ? അതെ. ഓ, അദ്ദേഹത്തെ അറിയോ? ഇത് നല്ല ചോദ്യമാണല്ലോ. വിക്രം സാറിനെ ഈ നാട്ടില് ആരാണ് അറിയാത്തത്? അത്രയ്ക്ക് ഫേമസ് അല്ലേ? വിക്രം സാറിന്റെ ഭാര്യയാകാൻ കഴിഞ്ഞ കുട്ടി ഒരു ഭാഗ്യവതിയാണ്. ഡോക്ടർ,
ലാബ് റിപ്പോർട്ട്. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞേക്കൂ. മാഡം, യു ആർ പ്രഗ്നന്റ്. നിങ്ങൾ ഗർഭിണിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഡോക്ടർ.